ഇസ്രയേലിന്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് പേരാണ് ഗാസയിൽ മരിച്ചു വീഴുന്നത്. ഗാസയെ ഇസ്രയേൽ നിർബന്ധിത പട്ടിണിയിലാക്കുന്നുവെന്നാണ് ഐക്യരാഷ്ട്രസഭ ഉദ്യോഗസ്ഥൻ ടോം ഫ്ലെച്ചർ പറഞ്ഞത്. ഗാസയിലേക്ക് സഹായം എത്തിക്കേണ്ടത് ലോകത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും UN ഉദ്യോഗസ്ഥൻ പറഞ്ഞു. BBC-ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർബന്ധിത പട്ടിണിക്ക് വിധേയമാക്കുന്നത് ഒരു യുദ്ധക്കുറ്റമാണെന്നും വ്യക്തമായും കോടതിയും ചരിത്രവും വിധി പറയേണ്ട വിഷയങ്ങളാണിവയെന്നും ടോം ഫ്ലെച്ചർ ചൂണ്ടിക്കാട്ടി. അതിർത്തികളിൽ ഭക്ഷണം അടുക്കിവെച്ചത് തങ്ങൾ കാണുന്നുണ്ടെന്നും അതിർത്തിയുടെ മറുവശത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടായിട്ടും അതിന് പ്രവേശനാനുമതി ലഭിച്ചില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ ജനതയിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണിതെന്നാണ് ഇസ്രയേലി മന്ത്രിമാർ പറയുന്നതെന്നും ഫ്ലെച്ചർ കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അതിനെക്കുറിച്ച് രാജ്യങ്ങൾ ബോധവാന്മാരാണെന്ന് കരുതുന്നതായും ഫ്ലെച്ചർ പറഞ്ഞു. 3 മാസത്തോളം നീണ്ടുനിന്ന ഉപരോധം മൂലം ഭക്ഷണം, മരുന്ന്, ഇന്ധനം, പാർപ്പിടം തുടങ്ങിയ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഫുഡ് ട്രക്കുകളടക്കം ഗാസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കാൻ ഇസ്രയേൽ അനുവദിച്ചത്. ഗാസയിൽ ക്രൂരമായ ഇസ്രയേൽ സൈനിക നടപടി തുടരുകയാണ്. വടക്കൻ ഗാസയിലെ അവസാന ആശുപത്രിയും ഇസ്രയേൽ ഒഴിപ്പിച്ചതായാണ് പുറത്തുവന്ന റിപ്പോർട്ട്. വടക്കൻ ഗാസയിലെ അവസാന ആശുപത്രിയും ഒഴിപ്പിച്ചതോടെ മേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ജബാലിയയിലെ അൽ അബ്ദ ആശുപത്രിയിൽ നിന്ന് രോഗികളെ ഒഴിപ്പിച്ചതായി ഡോക്ടർമാരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നു. ആശുപത്രി ഉടൻ ഒഴിയണമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈന്യം ഉത്തരവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് നടപടി. വെള്ളിയാഴ്ച ഗാസയിലുടനീളമുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ 54 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. മധ്യ ബുറൈജ് പ്രദേശത്തെ ഒരു വീട് ആക്രമിച്ച് 23 പേരോളം കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗാസയിലെ വെടിനിർത്തൽ ശ്രമവും പരാജയപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 60 ദിവസത്തെ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് മുന്നോട്ട് വെച്ച നീക്കം ഹമാസിന്റെയും ഇസ്രായേലിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെ തുടർന്ന് ഇല്ലാതായി. നിലവിലെ സാഹചര്യം വളരെ കലുഷിതമായാണ് തുടരുന്നത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നൂറുകണക്കിന് പേരാണ് ഗാസയിൽ മരിച്ചു വീഴുന്നത്. ഗാസയിൽ കുഞ്ഞുങ്ങളടക്കം കൊടും പട്ടിണിയിലാണിപ്പോൾ. ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. ഒരു ദിവസം 500 ട്രക്ക് ഭക്ഷണം വേണ്ടിടത്ത് ഒരാഴ്ചയ്ക്കകം 300 ട്രക്കാണ് ഇസ്രായേൽ കടത്തിവിട്ടത്. അതിൽ തന്നെ 1/3 വെയർഹൌസുകളിൽ എത്തിയിട്ടുള്ളൂ. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിയാണ് ഇതിന് കാരണം. കമ്മ്യൂണിറ്റി കിച്ചണുകളിൽ തയ്യാറാക്കാൻ പറ്റുന്നത് കഷ്ടിച്ച് 500 പേർക്കാണ്. പക്ഷേ എത്തുന്നത് ആയിരക്കണക്കിനാണ്. അതിനൊപ്പം രാഷ്ട്രീയ ആരോപണങ്ങൾ തുടരുകയാണ് ഇസ്രായേലും ഹമാസും. പട്ടിണി ആയുധമാക്കുകയാണ് ഇസ്രായേൽ എന്ന ഹമാസും. അതിർത്തി കടക്കുന്ന സഹായമൊക്കെ ഹമാസ് തട്ടിയെടുക്കുന്നുവെന്ന് ഇസ്രായേലും ആരോപിക്കുന്നു. ഗാസയിലെ സൈനിക നടപടിയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 53,000 പേരാണെന്ന് പാലസ്തീൻ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നു. ഇത് തീവ്രവാദമെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആരോപിച്ചത്. ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായിട്ടുണ്ട് രാജ്യങ്ങൾ. പക്ഷേ അപ്പോഴും അമേരിക്ക വേണ്ടത്ര ചെയ്യുന്നില്ലെന്നതും ചർച്ചയാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.